സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ കൂർച്ചം. എഴുതിയത് TK ശങ്കരനാരായണൻ. കൂർച്ചം വെളുത്ത ദർഭപ്പുല്ല് കെട്ടിയുണ്ടാക്കുന്ന വസ്തു. ശവദാഹം കഴിഞ്ഞ പിറ്റേന്ന് വൈദ്യുത ശ്മശാനത്തിൽ നിന്ന് അസ്ഥിച്ചട്ടി ഏറ്റുവാങ്ങുമ്പോൾ കൈകൾ വിറച്ചു. ആരെല്ലാമോ താങ്ങിപ്പിടിച്ചതു മാത്രം ഓർമ്മയുണ്ട്. കടലിൽ അസ്ഥി നിമഞ്ജനം ചെയ്യുമ്പോഴും ആരുടെയോ ചുമലിലായിരുന്നു. 10 പ്രഭൂതബലി കഴിഞ്ഞ് 11 ശവുണ്ഡീകരണം. പ്രഭൂതബലി മരിച്ച 10ാം ദിവസം നടത്തുന്ന ചടങ്ങ്. പിതൃവർഗങ്ങളോട്, മരിച്ചത് സ്ത്രീയാണെങ്കിൽ മാതൃവർഗം, ചേർന്നിട്ടില്ലാത്ത ആത്മാവ് വിശന്നു വലഞ്ഞിരിക്കുന്ന ദിവസം. ഉപ്പു ചേർക്കാത്ത പലഹാരങ്ങൾ കൊണ്ട് ബലിയൂട്ടുന്നു. പെൺമക്കൾക്കാണ് അതിനവകാശം. 10 പടക്കൽ എന്നു പറയും. ശവുണ്ഡീകരണം തമിഴ് ബ്രാഹ്മണരുടെ മരണാനന്തര ക്രിയ. മരിച്ച 11 പ്രേതത്തെ ശവുണ്ഡിയിലേക്ക് ആവാഹനം ചെയ്യുന്നു. മരിച്ചയാളെ പിണ്ഡമായി സങ്കല്പിച്ച് പിതൃവർഗങ്ങളോട് ചേർക്കുന്ന കർമ്മം സപിണ്ഡീകരണം എന്നാണ് അറിയപ്പെടുന്നത്. വാമൊഴിയിൽ ശവുണ്ഡീകരണം. അച്ഛനെ പൂർണ്ണമായും വേർപെടുത്തി പിതൃവർഗങ്ങളോട് സംയോജിപ്പിക്കുന്ന ദിവസം. അതൊരു ഭൗതിക ചടങ്ങ് മാത്രം. മനസ്സിൽ നിന്ന് അച്ഛന് വേർപാടുണ്ടോ? 9ാം ദിവസത്തെ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ ക്രിയകൾക്ക് നേതൃത്വം നൽകുന്ന രാശുവാദ്യാർ തല ചൊറിഞ്ഞു. ശവുണ്ഡിയെ കിടക്കറ കാര്യം ഡൗട്ട് താൻ. രഘുറാം ഒന്ന് പതറി. ശവുണ്ഡി പ്രേതാവാഹനം ഏറ്റുവാങ്ങുന്ന വ്യക്തി. ശവുണ്ഡിയുടെ കാര്യത്തിൽ ഇന്നലെ വരെ ഒരു സംശയവുമില്ലായിരുന്നു. പാലക്കാട്ടുനിന്ന് കൊച്ചിക്ക് ടാക്സി, നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇൻഡിഗോയിൽ നേരിട്ട് ദുബായ്. കരാമയിലെ ഒരു സർവീസ് ഫ്ലാറ്റിൽ അന്നു രാത്രി അയാൾ തങ്ങും. 11ാം ദിവസം ശവുണ്ഡീകരണ സമയത്ത് കൃത്യമായി എത്തും. വാദ്യാരുടെ പ്ലാനിംഗ് കേട്ടപ്പോൾ രഘുറാമിനും അമ്മയ്ക്കും വലിയ സന്തോഷമായി. മരണാനന്തര ക്രിയകൾ ദുബായിൽ നടക്കുന്നതിനാൽ ശവുണ്ഡിയെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് പലർക്കും സന്ദേഹമുണ്ടായിരുന്നു. ശവുണ്ഡിയെ കിട്ടാത്ത സന്ദർഭങ്ങളിൽ കൂർച്ചം എന്ന സംവിധാനമാണ് പലരും അവലംബിച്ചിരുന്നത്. ദർഭപ്പുല്ല് കെട്ടിയുണ്ടാക്കുന്ന വസ്തുവിനെ ശവുണ്ഡിയായി സങ്കല്പിച്ച് ആവാഹനം. അതു പറ്റില്ലെന്ന് കേട്ട മാത്രയിൽ തന്നെ രഘുറാം പരവശനായി. മരണാനന്തര ക്രിയകളിൽ ഒരു ഒത്തുതീർപ്പും വയ്യെന്ന് സഞ്ചയന ദിവസം തന്നെ ഉറപ്പിച്ചിരുന്നു. അമ്മയുടെയും പ്രാർത്ഥന അതായിരുന്നു. എല്ലാം മുറ പോലെ നടത്താമെന്ന് രാശുവാദ്യാർ വാക്കുകൊടുക്കുകയും ചെയ്തു. ദുബായിൽ ഒന്നിനും ഒരു കുറവുമില്ല. അസംഖ്യം ബ്രാഹ്മണർ പാർക്കുന്ന ഇടം. നവരാത്രിയും ദീപാവലിയും കാർത്തികയും ശാസ്താപ്രീതിയും വരെ നാട്ടിലേക്കാൾ പൊലിമയോടെ ആഘോഷിക്കപ്പെടുന്ന സ്ഥലം. മരണാനന്തര ക്രിയകൾക്കും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ശവുണ്ഡിയെ കിട്ടില്ല എന്ന കുറവ് മാത്രം. അതിനാൽ കൂർച്ചം എന്ന എളുപ്പ വഴിയാണ് ഏവർക്കും ആശയം. ആ കീഴ്വഴക്കം പൊളിച്ചത് വൈത്തിയാണ്. അയാൾ കൽപ്പാത്തിയിൽ നിന്ന് ഒരു ശവുണ്ഡിയെ ഇറക്കുമതി ചെയ്തു. അതൊരു തുടക്കമായിരുന്നു. ദുബായിൽ വലിയ വാർത്തയും. സാമ്പത്തിക ശേഷിയുള്ള പലരും പിന്നീടിത് പതിവാക്കി. അതോടെ വാർത്താ പ്രാധാന്യമില്ലാത്തതായി ദുബായിലെ ശവുണ്ഡീകരണം. എന്നാൽ നാട്ടിൽ പോലും ഇപ്പോൾ ശവുണ്ഡികളെ കിട്ടാനില്ലെന്ന് അടുത്തിടെ മണൽഭൂമിയിലെത്തിയ ചന്ദ്രു അനുഭവം പറഞ്ഞു. ശവുണ്ഡീകരണത്തിന് കിട്ടുന്ന ദക്ഷിണയേക്കാൾ എത്രയോ മടങ്ങ് പണം ലഭിക്കുന്ന വേറെയും തൊഴിലുകൾ ഇന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അപമാനവും അന്യവൽക്കരണവും നേരിടുന്ന ഇപ്പണിക്ക് ആര് മുന്നിട്ട് വരും? എന്നാൽ വേറെ ശവുണ്ഡിയെ അറേഞ്ച് പണ്ണ മുടിയുമാ പാരുങ്കോ? രഘുറാമിന്റെ ശബ്ദം ഒന്ന് പരുത്തു. രംഗു എന്ന് വിളിപ്പേരുള്ള ശവുണ്ഡിയെയാണ് ശവുണ്ഡീകരണത്തിന് ഏർപ്പാടാക്കിയിരുന്നത്. വിദേശത്തു വന്ന് ആവാഹനമേൽക്കുന്നത് അവന് പുത്തരിയുമല്ല. അതിനാൽ രാശുവാദ്യാരുടെ സ്ഥിരം കക്ഷി. സ്മാർട്ട് ഫോണും ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ടും ഇമെയിൽ വിലാസവുമുള്ളവൻ. ദുബായിൽ തന്നെ സ്ഥിര താമസമാക്കാൻ വാദ്യാർ പലവട്ടം ഉപദേശിച്ചതാണ്. കേട്ടില്ല. വല്ലപ്പോഴും വന്നു പോകുന്നതാണ് മതിപ്പ് എന്നതായിരുന്നു മറുപടി. ഇന്നലെ വിചാരിക്കാത്ത നിമിഷത്തിൽ അവന്റെ വിളി വന്നു. കടുത്ത പനി, ഛർദിൽ, അതിസാരം. തല പൊക്കാൻ പറ്റുന്നില്ല. രാശുവാദ്യാർ വല്ലാത്തൊരാധിയിൽ ആടാൻ തുടങ്ങി. തിരിച്ചു വിളിച്ചെങ്കിലും രംഗു ഫോൺ എടുത്തില്ല. ഒരു ബദൽ ശവുണ്ഡിയെ മനസ്സിൽ കാണേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം തന്റെ ബുദ്ധിയെ പ്രാഗി. കൂർച്ചം എന്നൊരു സംവിധാനമുണ്ടല്ലോ എന്ന് ഉടൻ സമാധാനിക്കുകയും ചെയ്തു. ശവുണ്ഡി ഉണ്ടായിരുന്നിട്ടും കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് മാത്രം ശവുണ്ഡീകരണം മുടങ്ങിപ്പോവുകയും കൂർച്ചത്തെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്ത ഗണ്ണുവിന്റെ അനുഭവം അദ്ദേഹം പങ്കുവച്ചു.
കൂർച്ചം ഒരർത്ഥത്തിൽ മുട്ടുശാന്തി പോലെയാണ്. ദർഭപ്പുല്ലിൽ മനുഷ്യപ്രേതത്തെ ആവാഹിക്കുന്നതിനേക്കാൾ അസംബന്ധം മറ്റെന്താണുള്ളത്? നിങ്ങൾ വേറെ ആള് കിടക്കുമോ പാരുങ്കോ? രഘുറാമിന് നിൽക്കപ്പൊറുതി കെട്ടു. ഇതെന്നാ മാർക്കറ്റിൽ പോയി വാങ്ങേണ്ട സാധനമാ? വാദ്യാർ കൈമലർത്തി. എനക്കതൊന്നും തിരിയണ്ട. നാളേക്ക് ഇങ്ങ ശവുണ്ടിയിരിക്കണം. അപ്പാക്ക് ശവുണ്ടീകരണം നടത്തണം. ദാറ്റ്സ് ഓൾ. വാദ്യാർ ഒന്ന് തടുമാറി. ഒരു ക്ഷീണം അദ്ദേഹത്തെ പൊതിഞ്ഞു. മനസ്സ് മറിഞ്ഞും തിരിഞ്ഞുമിരുന്നു. അച്ഛൻ്റെ ഭൗതിക ശരീരം മാത്രമേ വീട് വിട്ടു പോയിട്ടുള്ളൂവെന്ന് രഘുറാം വീണ്ടും വീണ്ടും ഓർമ്മിച്ചു. ശവദാഹം കഴിഞ്ഞുവെങ്കിലും നിശബ്ദ സാന്നിധ്യമായി അച്ഛൻ ഇവിടെ തന്നെയുണ്ട്. വരാന്തയിലും ഹാളിലും കിടപ്പറയിലും അച്ഛൻ്റെ കാൽപെരുമാറ്റം കേൾക്കുന്നതായി അമ്മയും ഓർത്തെടുത്തു. അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ശീർക്കാഴി ഗോവിന്ദരാജന്റെ ഭക്തിഗാനങ്ങൾ ഇടയ്ക്കിടെ വീട്ടിൽ നനുത്തു കേൾക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി ആരോ കതകിൽ മുട്ടുന്നത് കേട്ടു. തുറന്നപ്പോൾ ആരുമില്ല. അതുപക്ഷെ അച്ഛൻ തന്നെയാണ്. അച്ഛനെ സമാധാനപൂർവ്വം യാത്രയാക്കണമെങ്കിൽ ആവാഹനം കൂടിയേ തീരൂ. അച്ഛൻ്റെ പിതൃപരമ്പരയിൽ ലയിക്കണം. ശവുണ്ടീകരണം മാത്രമാണ് അതിനുള്ള മാർഗം. ചൊല്ലുങ്കോ വാദ്യാർ, നമ്മ കാര്യം എന്നാച്ച്? രഘുറാം അദ്ദേഹത്തിന്റെ സമീപം വന്നു. വാദ്യാരും അതേ വിഷയത്തെ പ്രതി ആശങ്കപ്പെട്ട നിലയിലായിരുന്നു. അദ്ദേഹം ബഹ്റൈനിലെ ശംഭുവെ വിളിച്ചു. ശംഭുവിന്റെ അച്ഛന് കഴിഞ്ഞാഴ്ചയായിരുന്നു ശവുണ്ടീകരണം. ആരായിരുന്നു ശവുണ്ടി? ഏതോ ബന്ധു കണക്ട് ചെയ്തു കൊടുത്ത ആളാണ്. ഒരു മിന്നായം പോലെ വരികയും പോവുകയും ചെയ്തു. പേരുവിവരങ്ങൾ അറിയില്ല. ഷാർജയിലെ ചീനു, കുവൈത്തിലെ ഭാസ്കർ, ദമാമിലെ സുരേഷ്, പലരെയും വിളിച്ചു. അടുത്ത കാലത്ത് നടന്ന ശവുണ്ടീകരണങ്ങളെല്ലാം കൂർച്ചം സങ്കല്പത്തിലുള്ളതായിരുന്നുവെന്നറിഞ്ഞു. ഒരു ശവുണ്ടിയെ അറബ് രാജ്യത്തിൽ എത്തിക്കുന്നതിന്റെ പ്രായോഗിക പ്രതിസന്ധി ഇപ്പോൾ രാശുവാദ്യാർ അറിഞ്ഞു. ശവുണ്ടിയെ പ്രതി ചൂടുപിടിച്ച ആലോചനകൾ നടക്കുമ്പോഴും ഒരു സ്വകാര്യ സങ്കടം അമ്മയെ മാന്തിക്കൊണ്ടിരുന്നു. ശവമെടുപ്പു സമയത്ത് എത്തിയില്ല എന്നു മാത്രമല്ല, തുടർന്നുള്ള ക്രിയാദിനങ്ങളിൽ ഒരു വാക്കുപോലും രാജി വിളിച്ചന്വേഷിച്ചില്ല. ഏക മകൾ, അച്ഛൻ്റെ ചെല്ലം. പണത്തിനു മുന്നിൽ പക്ഷേ അതൊന്നും വിലപ്പോയില്ല. ദുബായിലെ ഫ്ലാറ്റ് രഘുരാമനുള്ളപ്പോൾ ചെന്നൈയിലെ വീട് അവൾ സ്വപ്നം കണ്ടു. ബ്രാഹ്മണ സമുദായത്തിൽ വിവാഹം കഴിച്ചയച്ചു കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് പെൺകുട്ടികൾക്ക് സ്വത്തിൽ അവകാശമില്ല. കല്യാണം കഴിയുന്നതോടെ ഗോത്രം മാറുന്നു. ഭർത്താവിൻ്റെ ഗോത്രമാണ് പിന്നെ അവളുടെ ഗോത്രം. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണ് പിന്നെ സ്വത്തവകാശം. അതൊക്കെ പഴയ കാലമെന്ന് രാജി ഒരു തർക്കത്തിന് തുടക്കമിട്ടു. പുതിയ കാലത്ത് പെൺകുട്ടികൾക്ക് തുല്യാവകാശമുണ്ടെന്ന് വാദങ്ങൾ നിരത്തി. വേണ്ടിവന്നാൽ നിയമപരമായി നേരിടുമെന്ന് വക്കീൽ കൂടിയായ രാജിയുടെ കണവൻ പ്രതികരിച്ചപ്പോൾ അച്ഛന് വാശിയായി. കേസും കൂട്ടവും ഒന്നും നടന്നില്ല. പക്ഷേ ബന്ധത്തിൽ വിരിശൽ വീണു. അത് പിന്നെ വളർന്നു. അച്ഛൻ്റെ മരണം അറിയിച്ചെങ്കിലും വന്നില്ല. പ്രഭൂതബലിക്ക് പെൺകുട്ടികളാണ് നിർബന്ധമായും കരയേണ്ടത്. കരയാൻ മക്കളില്ലാതെ പ്രഭൂതബലി നടന്നു. നാളെ ശവുണ്ടീകരണം. ഇന്നാൾ വരെയും രാജി ഒന്ന് വിളിച്ചന്വേഷിക്കുക കൂടി ചെയ്തില്ല. വിരൽ തിരുമ്മിക്കൊണ്ട് രഘുറാം അപ്പോഴും വാദ്യാരുടെ പിറകിൽ തന്നെ. ബംബായിലെ സുബ്ബരാമൻ ചൊല്ലി ഒരു ശവുണ്ടി ഇരുക്കാൻ. സഭാപതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അവൻ വേണമെന്നാൽ ട്രൈ പണ്ണണം. തുടർന്ന് അയാൾ സുബ്ബരാമന്റെ കുടുംബപുരാണം വിവരിച്ചു. വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ഒരു നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ് സുബ്ബരാമൻ. അവൻ്റെ അച്ഛൻ ശവുണ്ടിപ്പണി ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന ഒരു സാധു ബ്രാഹ്മണൻ. അസുഖം ബാധിച്ച് മധ്യവയസ്സിൽ മരിച്ച അയാളുടെ ശവുണ്ടീകരണത്തിന് ശവുണ്ടികൾ ആരും വന്നില്ല. നല്ല ദക്ഷിണയും വയറ് നിറച്ച് ഊണുമില്ലാത്ത ശവുണ്ടീകരണത്തിന് ഏത് ശവുണ്ടി തയ്യാറാവും? അച്ഛൻ്റെ ശവുണ്ടീകരണത്തിന് അങ്ങനെ മകൻ തയ്യാറായി. അച്ഛൻ്റെ പേരിൽ ശവുണ്ടിപ്പട്ടം കിട്ടിയ മകനാണ് സുബ്ബരാമൻ. ആ കെണിയിൽ നിന്ന് അവനെ വിടുതൽ ചെയ്യാൻ അമ്മ ബന്ധുക്കൾ മുന്നിട്ടിറങ്ങി. മുംബൈയിലെ ഒരു തീപ്പെട്ടി ഫ്ലാറ്റിലിരുന്ന് അവൻ പഠിച്ചു. പഠിപ്പ് കഴിഞ്ഞതും ജോലി തരപ്പെടുത്തി. പെൺകുട്ടിയെയും കണ്ടെത്തി. കാര്യം ഇതൊക്കെയാണെങ്കിലും ശവുണ്ടി സുബ്ബു എന്നൊരു അരുമപ്പേര് ഇപ്പോഴും അവനോട് ചേർന്നു കിടപ്പുണ്ട്. ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ ആ പേരിലാണ് ഇപ്പോഴും അവൻ അറിയപ്പെടുന്നത്. അവനെ കൊണ്ട് നമുക്കെന്നെ പ്രയോജനം? രാശുവാദ്യാർ ഇടയ്ക്കു കയറി ഇടപെട്ടു. പ്രയോജനമുണ്ട്, സഭാപതി വിശദമാക്കി. ശവുണ്ടീകരണത്തെ ഇപ്പോഴും മാന്യമായ തൊഴിലായിട്ടാണ് അവൻ കാണുന്നത്. അവൻ്റെ അച്ഛൻ അപ്പണി ചെയ്താണ് കുടുംബം പോറ്റിയത്.
ഗ്രാമത്തിൽ അച്ഛൻ സഹിച്ച അവഹേളനങ്ങൾ അത്രയും ആ കുടുംബവും സഹിച്ചിട്ടുണ്ട്. ആ സഹനങ്ങളിൽ നിന്നു നേടിയ കരുത്താണ് അവസരം വരുമ്പോൾ ശൗണ്ഡീകരണത്തിന് പോകാനുള്ള പ്രേരണ. അറിഞ്ഞിടത്തോളം ഇതൊരു സ്വകാര്യ പ്രവൃത്തിയാണ്. ഒരു ഹ്രസ്വയാത്രയുടെ ലാഘവത്തോടെ, ഒരു ക്ഷേത്ര ദർശനത്തിന്റെ വിശുദ്ധിയോടെ സുബ്ബരാമൻ ശൗണ്ഡീകരണത്തിന് പോകുന്നു. ദക്ഷിണയല്ല അവന്റെ മുൻഗണന. നിത്യവൃത്തിക്കു വേണ്ടി അച്ഛൻ ചെയ്തിരുന്ന മാന്യമായ തൊഴിൽ അച്ഛനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ ചെയ്യുന്നു. അച്ഛന് നൽകാവുന്ന ഒരു കാണിക്ക. സുബ്ബരാമന്റെ കഥ കേട്ട് രാശുവാദ്യാർ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. ഇത്രയും നേർമയുള്ള ഒരാളെ ശൗണ്ഡീകരണത്തിന് ക്ഷണിക്കണോ എന്ന് അദ്ദേഹത്തിന് സന്ദേഹമായി. വേഗം അവന് കൂപ്പിടുങ്കോ. രഘുറാമിന് ക്ഷമ കെട്ടു. സഭാപതി നമ്പറുകൾ പരിശോധിക്കാൻ തുടങ്ങി. അബുദാബിയിലെ സുഹൃത്ത് മുഖേന അറിഞ്ഞതാണ് ഈ കഥകൾ അത്രയും. കമ്പനിയുടെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ സുബ്ബരാമൻ ലക്നൌവിലാണെന്നറിഞ്ഞതോടെ രഘുറാം പേ പിടിച്ചവനെ പോലെ പെരുമാറാൻ തുടങ്ങി. ഓരോന്നുക്കും ഓരോ യോഗമുണ്ട്. രാശുവാദ്യാർ കുടുംബ അഴിച്ചുകെട്ടി. ആരു നനച്ചാലും അത് തടുക്ക മുടിയാത്. വാട്ട് യു മീൻ? രഘുറാമിന് മേൽപുരികം വിറച്ചു. അപ്പാക്ക് കൂർച്ചമാകും പ്രാപ്തം. വാദ്യാർ സംഗ്രഹിച്ചു. കാലേക്കൂട്ടി നിശ്ചയിച്ച വിധി. ഒരു കാക്ക അന്നേരം ജനാലത്തിണ്ടിൽ വന്നിരുന്ന് ശബ്ദമുണ്ടാക്കി. അമ്മയ്ക്ക് മേലാകെ വിറച്ചു. നിത്യവും അന്നം വെച്ച് കൈകൊട്ടി വിളിക്കുമ്പോൾ വരാത്ത കാക്ക ഇന്നൊരു വെളിപാട് പോലെ ജനൽത്തിണ്ടിൽ. എന്തോ അർത്ഥം തിരിഞ്ഞ പോലെ അമ്മ നമശിവായ തുടങ്ങി. അമ്മയുടെ ചുമൽ അവന്റെ ഭാരമറിഞ്ഞു. മനസ്സിൽ ദർഭപ്പുല്ല് കൂട്ടിക്കെട്ടിയ വസ്തു രൂപപ്പെട്ടു. വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.